നെയ്യാറ്റിൻകര രാമേശ്വരം പടിയില്ലത്ത് ശ്രീകണ്ഠ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ ഈ വർഷത്തെ പൈങ്കുന്നി ഉത്രം മഹോത്സവത്തോടനുബന്ധിച്ച് മഹാ നീരാഞ്ജന സമർപ്പണവും ശനിദോഷ നിവാരണ പൂജയും നടന്നു. രാവിലെ ക്ഷേത്രമേൽശാന്തി ഹരിഹരൻ പോറ്റി നട തുറന്ന നിർമ്മാല്യ ദർശനത്തിന് ശേഷം ക്ഷേത്രതന്ത്രി കൃഷ്ണയ്യർ ഗണപതി ഹോമവും വിശേഷ പൂജകളും നടത്തി. തുടർന്ന് പ്രത്യേകം തയ്യാറാക്കിയ ഭജനമണ്ഡപത്തിൽ നൂറുകണക്കിന് ഭക്തജനങ്ങളുടെ സാന്നിധ്യത്തിലും കെ ആൻസിലൻ MLA യുടെ സാന്നിധ്യത്തിലും അരുവിപ്പുറം മഠാധിപതി ബ്രഹ്മശ്രീ സാന്ദ്രാനന്ദ സ്വാമി ഭദ്രദീപം ഉദ്ഘാടനം ചെയ്തു. ക്ഷേത്രങ്ങളിൽ നടക്കുന്ന ഇത്തരം പൂജാതി കർമ്മങ്ങൾക്ക് അതിൻ്റേതായ മാഹാത്മ്യങ്ങളുണ്ടെന്ന് അരുവിപ്പുറം മഠാധിപതി സ്വാമി സാന്ദ്രാനന്ദ പറഞ്ഞു. ഓരോ മനുഷ്യർക്കും അവരവരുടേതായിട്ടുള്ള സങ്കല്പങ്ങളുണ്ട്. അപ്പോൾ ഇവിടെ ഈ ക്ഷേത്രത്തിൽ നിരാഞ്ജനം നടത്തുമ്പോൾ അവർക്ക് പ്രധാനമായിട്ട് വിവാഹവും സന്താന സൗഭാഗ്യമില്ലായ്മയും ഒക്കെ കൊണ്ട് കഷ്ടപ്പെടുന്ന ധാരാളം വ്യക്തികളുണ്ട്. അപ്പോൾ അവരുടെ ഇഷ്ടപൂർത്തീകരണത്തിന് വേണ്ടി നടത്തുന്ന ഒരു വഴിപാട് കൂടിയാണ്. സ്വാഭാവികമായിട്ടും പൂർവജന്മങ്ങളിൽ നിന്ന് വരുന്ന പാപങ്ങൾ കൊണ്ടാണ് കുട്ടികൾ ഇല്ലാതെ പോകുന്നതും അതേപോലെ മറ്റ് ദുരന്തങ്ങളൊക്കെ ഉണ്ടാകുന്നതും. നമ്മളുടെ ഭാരതീയ സനാതന രീതി അനുസരിച്ച് ധർമ്മശാസ്ത്രങ്ങൾ അനുസരിച്ച് പോകുന്നത് പൂർവജന്മകൃതം പാപം വ്യാധിരൂപേണ ജായതേ. പൂർവജന്മങ്ങളിൽ ചെയ്തു കൂട്ടുന്ന പാപങ്ങളാണ്, കൊടുംപാപങ്ങളാണ് ഈ ജന്മത്ത് നമുക്ക് തീരാവ്യാധികളായിട്ടും അതേപോലെ പുത്രന്മാരില്ലാതെ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുന്നതിൻ്റെ ഒരു കാരണമായിട്ട് പറയുന്നത്. അങ്ങനെ ഒക്കെയുള്ള ദോഷങ്ങളെ മാറ്റുവാൻ പ്രത്യേകിച്ച് ശാസ്താവിന് ആ രീതിയിലുള്ള ഒരു വഴിപാട് ചെയ്യുമ്പോൾ അതിൻ്റെ കാഠിന്യം കുറയുകയും നമ്മളിൽ ശ്രദ്ധ ഉണ്ടാകുകയും അങ്ങനെ അവർക്ക് ആ പാപ നിവാരണത്തിന് വേണ്ടി ഉള്ള ഒരു അവസരം കൂടിയാണ്. തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള ഭക്തജനങ്ങൾ ഈ ഒരു സങ്കേതത്തിൽ വന്ന് ആ രീതിയിൽ ഭക്തിപൂർവം ചെയ്തിട്ടുള്ള എല്ലാ പാപങ്ങൾക്കും ക്ഷമ ചോദിക്കുകയും ഇനി മുന്നോട്ടേക്ക് എല്ലാവർക്കും നല്ല സഹായങ്ങൾ സത്കർമ്മങ്ങൾ ചെയ്യുവാനുള്ള ഒരു മനസ്സുണ്ടാകുകയും ഒക്കെ ചെയ്ത് പ്രാർത്ഥിക്കുമ്പോൾ തീർച്ചയായിട്ടും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകും. നിരവധി ചരിത്രങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന ക്ഷേത്രമാണ് നെയ്യാറ്റിൻകര രാമേശ്വരം പടിയില്ലത്ത് ശ്രീകണ്ഠ ധർമ്മശാസ്ത്ര ക്ഷേത്രമെന്നും ക്ഷേത്രത്തിന്റെ വളർച്ചയ്ക്ക് കൂടെ ഉണ്ടാകുമെന്നും നെയ്യാറ്റിൻകര MLA കെ ആൻസിലൻ പറഞ്ഞു. ചരിത്ര സംഭവങ്ങളുടെ ഒരു ഭാഗമാണ് പടിയില്ലത്ത് ധർമ്മശാസ്ത്ര ക്ഷേത്രം. തിരുവിതാംകൂർ മഹാരാജാവിന് ശ്രീ മാർത്താണ്ഡം പിള്ളയുടെ പാദസ്പർശനമേറ്റുള്ളൊരു ഭൂപ്രദേശം കൂടിയാണ്. സമീപകാലത്ത് ക്ഷേത്രത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ കുറച്ച് പ്രയാസങ്ങളുണ്ടായിരുന്നു. കാരണം പുരോഗതി പ്രാപിച്ചിരുന്നില്ല. എന്നാലിപ്പോൾ അടുത്ത കാലത്തായിട്ടൊരു ക്ഷേത്ര ട്രസ്റ്റ് കമ്മിറ്റിയൊക്കെ രൂപീകരിച്ചുകൊണ്ട് വിശ്വാസികളായിട്ടുള്ള ആളുകളുടെയും ജനപ്രതിനിധികളുടെയും സാന്നിധ്യത്തിൽ വളരെ പെട്ടെന്ന് തന്നെ ക്ഷേത്രത്തിൻ്റെ അഭിവൃദ്ധി പ്രാപിച്ചിട്ടുണ്ട് എന്നുള്ളത് ഏറെ സന്തോഷകരമായ കാര്യമാണ്. നമുക്കറിയാം, വിശ്വാസങ്ങളും ആചാരങ്ങളും മനുഷ്യനെ കൂടുതൽ നവീകരിക്കുന്നതാണ്. മനുഷ്യനെ പുരോഗതിയിലേക്ക് നയിക്കുന്നത് മാത്രമല്ല, ആ സമൂഹത്തിൻ്റെ മനുഷ്യൻ്റെ വളർച്ചയ്ക്കും വികാസത്തിനും നന്മയ്ക്കും ഏറ്റവും പ്രധാനമായ വിശ്വാസങ്ങളുടെ ഭാഗമായിട്ടുള്ള എല്ലാ ആരാധനാ കേന്ദ്രങ്ങളും മാറുകയാണ്. അവിടെയാണ് ധർമ്മശാസ്ത്ര ക്ഷേത്രം പുരോഗതിയിലേക്ക് മാറുന്നതിന് ഇപ്പോൾ നമുക്കറിയാം വളരെ ഭംഗിയായി മാതൃസമിതിയും ഒപ്പം തന്നെ ഇവിടുത്തെ ഭരണസമിതിയൊക്കെ തന്നെ വളരെ അധികം നന്നായി പ്രവർത്തിച്ചുകൊണ്ട് ക്ഷേത്രത്തിന് നിരവധി പുരോഗതികൾ നൽകുന്നുണ്ട്. ഇപ്പോൾ തന്നെ പൈങ്കുനി ഉത്രമാണെന്ന് അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നീരാഞ്ജനം അടക്കമുള്ള പൂജകൾ നടക്കുന്നുണ്ട്. നല്ല രീതിയിൽ ഇത് ഇപ്പോൾ ക്ഷേത്ര പ്രവർത്തനങ്ങൾ മുന്നോട്ട് വരികയാണ്. ഇനി ഉത്ര ദിവസമായ ഇന്ന് മഹാനീരാഞ്ജനം 5000-ന് മുകളിൽ ഇന്ന് മഹാനീരാഞ്ജനം ഉണ്ടാവും. കല്യാണം നടക്കാത്ത ആൾക്കാർക്ക് ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് നീരാഞ്ജനം കത്തിക്കും, കല്യാണം നടക്കും. അങ്ങനെ പ്രതീക്ഷ ഇവിടുത്തെ അങ്ങനെയാണ്. പിന്നെ കുഞ്ഞുങ്ങൾ ജനിക്കാത്ത ആൾക്കാരുണ്ട്. അപ്പോൾ അവിടെ വന്ന് പ്രാർത്ഥനയും കാര്യങ്ങളും വഴിപാടൊക്കെ നടത്തിയാൽ അതിൻ്റെ ഫലം കിട്ടും. ചടങ്ങിൽ നെയ്യാറ്റിൻകര നഗരസഭ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ KK ഷിബു, ശിബുരാർ കൃഷ്ണ, കൗൺസിലർ ഗ്രാമം പ്രവീൺ, DCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് മഞ്ചവളാകം ജയൻ, ഗാന്ധിമിത്ര മണ്ഡലം കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് ജയചന്ദ്രൻ നായർ, ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് ഷിബു, സെക്രട്ടറി രമേശ് കുമാർ, മാതൃസമിതി അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. GTV ന്യൂസ്
നെയ്യാറ്റിങ്കര.